വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ആശയും കുഞ്ഞൂറിന് ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയ്യന്നൂർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചിന്ന് അങ്ങോട്ട് പോവാം. ഇന്ന് ലൂണേൻ്റെ ക്രോസിങ്ങിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടി നിൽക്കുക. ആശിത ധൃതി പിടിച്ച് നടക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 9:30 ട്രെയിൻ. 9:15 ബോധോദയം ഉണ്ടായത്. ഞാനും കുഞ്ഞൂട്ടിനും ഒരുങ്ങി, ആശി ഒരുങ്ങി നടന്നുകൊണ്ട് നിൽക്കുക. കാരണം വണ്ടി അവിടെ കൊണ്ടിട്ടാൽ ശരിയാവില്ല. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ചിലപ്പോൾ. ഓട് നോക്ക്, ഓടുന്നു. ഞങ്ങൾ വരാനുള്ളതല്ലെന്ന് അവളുടെ വിചാരം. നോക്ക് കുഞ്ഞിട്ട് അമ്മ ഓടി. ആ ഓട്ടം ഇവിടെ വിരമിച്ച്. ആ വണ്ടി കിട്ടിയില്ല, ആ ട്രെയിൻ പോയി. ഞങ്ങളായിട്ട് ബസ്സിന് പോകാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അവിടെ നിന്ന് ഓടി വരവ് ഞാനും വേർത്ത് കണ്ടില്ലേ. ഒരു കാര്യം കുഞ്ഞിട്ട് ഹായ് പറ, ടാറ്റ പറ. പപ്പ ടാറ്റ പറ. പപ്പയ്ക്ക് ടാറ്റ ആണ്. ടൗൺ വണ്ടിയല്ല. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു വണ്ടി ലിഫ്റ്റ് തന്നു ഗൈസ്. ഒരു ചേട്ടൻ, അവിടുന്ന് പറയാൻ പറ്റിയില്ല. ഒരു ചേട്ടൻ ലിഫ്റ്റ് തന്നു ഗൈസ്. വണ്ടി എന്ന് പറയാൻ നാണക്കേടായിട്ട് ഞങ്ങൾ പറയാ, പുള്ളി കേൾക്കൂലേ. കുഞ്ഞൂട്ടൻ അന്തിച്ചോ എന്തുകൊണ്ടാ ചേട്ടൻ കാറിൽ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നെന്ന് വിചാരിച്ചിട്ട്. ഓട്ടോ ഒന്നും വരുന്നില്ല, വണ്ടി പോലും വന്നില്ല ഇതുവരെ. ചായ കുടിക്കട്ടെ, ഒന്നും കഴിച്ചില്ല. KSRTCന്റെ മുമ്പിലെത്തി. ഇവിടെ കയറിയാലോ, ജ്യൂസ് ആറ്റാം. നോക്കാം. അപ്പൊ നമ്മള് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് KSRTCയിലേക്ക് നടക്കുക. ന്യൂട്രന് സാധനം പാഴ്സൽ വാങ്ങി. ആശയൊന്നും കഴിച്ചില്ല. ഞാനൊരു പരിപ്പോടെ ചമ്പി. മിക്കവാറും ബസ് ഉണ്ടാവൂല. അപ്പോൾ ഞങ്ങളാ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് ചോദിച്ചപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. കുഞ്ഞോട്ടെന്താ പുറകെ നോക്കി കളിക്കുന്നു. ബസ്സിൽ പോയിരുമെന്ന് പറഞ്ഞു. 2 ബസ് പോയി. തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ജ്യൂസ് കുടിക്കുമായിരുന്നു. തിരക്കുണ്ടാവൂല, നോക്കാം. KSRTC കിട്ടിയാലേ പോകുന്നുള്ളൂ. ഗണേഷ് കുമാറിനൊക്കെ ഇതാ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബസ് കിടക്കുന്നു. അതല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല. അതാണ് മഴമേഘം. ഞങ്ങളിതാ എവിടെത്തി? കണ്ണൂരെത്തി. ഭയങ്കര ക്ഷീണം. ആശി കിടന്ന് ഉറങ്ങി, കുഞ്ഞുകൊണ്ടും കിടന്ന് ഉറങ്ങി. ഞാൻ മാത്രം ഉറങ്ങിയില്ല. ജ്യൂസ് കുടിക്കാൻ പോകുന്നു. എനിക്ക് ഞാൻ എടുക്കാൻ പറഞ്ഞത് ഞാൻ കുടിച്ച് കഴിഞ്ഞു. വിശക്കെന്ന് വിചാരിച്ച് ബിസ്ക്കറ്റ് കൊടുത്തത് കണ്ടില്ലേ. അവൻ അത് കടിക്കാൻ പോലും വയ്യ. മടുത്തെന്ന് തോന്നുന്നു. എടാ കഴിക്കട. മാത്രമേ സ്വന്തം ബസ് സ്വന്തമായിട്ട് എടുത്തു. ക്യാമറ ഇഷ്ടമാണ്. ഇത്ര ക്യാമറ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. സംഭവം നല്ല അടിച്ചൊളി പാട്ടൊക്കെ ആയിരുന്നു. അത് മ്യൂട്ട് ചെയ്തിട്ടുള്ള കാരണം കോപ്പി റൈറ്റിൻ്റെ ഇത് വരും. ആശി നല്ല പാട്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. മോഹൻ കോമഡിയാണ്. പക്ഷെ പാട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമില്ല. സ്നേഹമുള്ള ഞങ്ങൾ 3 പേര് എത്തി. കുഞ്ഞൂട്ടം വൻ കരച്ചിലൊക്കെ കരഞ്ഞ് എന്നെ നാറ്റിച്ചത് കണ്ടല്ലേ. കണ്ണീരൊക്കെ ഒപ്പി കൊടുത്തില്ലേ. അവൻ അമ്മ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ ഇഷ്ടമാണ്. ഞാനാകെ നാണം കെട്ടുപോയില്ലേ. അങ്ങനെ ഞങ്ങളിതാ ഒരു ലൈമ് ഒരു ഷെയ്ക്ക് കുടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ 30 റുപ്യേൻ്റെ ഷെയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കോടികളുണ്ടല്ലോ. നോക്കടാ പപ്പേ, നോക്ക്. നോക്ക് പപ്പേ, നോക്ക്. ഫോണിൽ നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ചിറങ്ങി. ഇവിടെ നേരെ ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ലൂണേനെ കൊണ്ട് പോകണ്ട. അത് വേറൊരു വ്ളോഗായിട്ട് നാളെ ഇടാം.
അല്ലേ അത് നാളെ ഇടാം അല്ലേ വേറെ ബ്ലോഗായിട്ട് അവിടെ ആലുവയ്ക്കുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ആ എന്നാൽ ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ടാറ്റ പറയാം കിട്ടിയത്